നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അതെ സീതമ്മ, പണമാണ് കാര്യം. നമുക്കിങ്ങനെ കല്യാണ റിസപ്ഷനോ സഞ്ചയനത്തിന്റെ കാപ്പികുടിയോ ഒക്കെ നടത്തി പിടിച്ചു നിൽക്കാനാവില്ല. ഒന്നുകിൽ വലിയ ഇവന്റുകൾ എടുത്ത് ചെയ്യുന്നവരുടെ കോൺട്രാക്റ്റുകൾ കിട്ടണം, അല്ലെങ്കിൽ അത്ര ഇവന്റുകളുടെ കാറ്ററിംഗ് കോൺട്രാക്ട് നേരിട്ട് പിടിക്കണം. എങ്കിൽ മാത്രമേ ഗുണം ഉണ്ടായിട്ട് എന്തെങ്കിലും മിച്ചം പിടിക്കാൻ പറ്റൂ. അതിന് നമുക്ക് ശ്രമിക്കാം. ഇപ്പൊ ഞാൻ വന്നത് വേറൊരു കാര്യം കൂടി പറയാനാ. ദേ, ഇവൾക്ക് ചിലപ്പോ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. എനിക്ക് ഉപകാരപ്പെടാനോ? അതെ, ഈ ഈരാൽ ഡോക്ടർ മോൻ ഒരു വലിയ കമ്പനി MD-യാ. അവരുടെ കമ്പനിയിൽ ഇപ്പൊ ആളെടുക്കുന്നുണ്ട്. നീയും ആരതിയും കൂടി ഒന്ന് വന്ന് കണ്ടാ അവിടെ എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാലോ? അത് കൊള്ളാലോ. എന്താടി, പോയാലോ? നമുക്ക് പോവാൻ ചേച്ചി. ദിവസവും ജോലിയുണ്ടോ ചോദിച്ച് ഓരോ സ്ഥലങ്ങളിൽ ഇന്റർവ്യൂവിന് പോകലല്ലേ. ഇതിപ്പോ പരിചയക്കാരൻ MD ആവുമ്പോ കൂടുതൽ നല്ലതാ. എന്നാ പോയി റെഡിയാവ്. അച്ചൂട്ടാ, നീ വരുങ്ങ്. ഇന്ന് നമ്മള് നേരത്തെയാ സ്കൂളിൽ പോന്നെ. അല്ല, അവൻ മാത്രമല്ല, നീ ഇറങ്ങ്. നമ്മള് 3 പേരും ഒരുമിച്ചാ പോന്നെ. 9 മണിക്കൊരു ബസ്സുണ്ട്. ഞാനേ അപ്പോഴേക്ക് ആരും ഒന്ന് കാണാം. ശരി, വാ. എന്താടി ഒരാലോചന? ഏയ്, സീതമ്മ എപ്പോ വന്നു? ദാ ഇപ്പോ. നീ എന്തോ ബോധം കെട്ട് വീണെന്ന് കേട്ടിട്ട് വന്നതാ. ഏയ്, നീ ഇങ്ങനെ വിഷമിക്കേണ്ട. അഞ്ജലി പറഞ്ഞു കാര്യങ്ങൾ. സത്യത്തിൽ നീ അവനെ നേരിട്ട് കണ്ടോ, അതോ വെറും തോന്നലായിരുന്നോ? ഇപ്പോഴും എനിക്കൊരു തീർച്ചയില്ല സീതമ്മേ. അത് വെറും ഒരു തോന്നലായിരിക്കണേന്നാ ഇപ്പോഴും എന്റെ പ്രാർത്ഥന. അയാൾ ഈ നാട്ടിലേക്ക് കയറി വന്ന പിന്നത്തെ കാര്യം എനിക്ക് ആലോചിക്കാനേ വയ്യ. വയ്യെങ്കി ആലോചിക്കണ്ട, പോരെ. ഏതായാലും കഥ കുറച്ചൊക്കെ അറിയാമെന്ന് എനിക്ക് തോന്നുന്നത് അയാൾ വെറുതെ ഇരിക്കില്ലെന്നാ. ഇത്രയും നാളെ നിങ്ങളെ കണ്ടു കിട്ടാത്ത സ്ഥിതിക്ക് ഇനി അയാൾ ശ്രമിക്കാൻ പോകുന്നത് നിങ്ങളെ സ്വത്തും മറ്റും കിട്ടാനായിരിക്കും. അത് ഈസിയായി കിട്ടിയാൽ തൽക്കാലം അടങ്ങും. പക്ഷേ കിട്ടിയില്ലെങ്കിലാണ് പ്രശ്നം. അതങ്ങനെ കിട്ടില്ല സീതമ്മേ. അച്ചൂട്ടൻ ഇപ്പൊ കുളിച്ചിറങ്ങും. നീ പോയി അവൻ ആ യൂണിഫോം ഒക്കെ ഒന്ന് എടുത്തു കൊടുക്ക്. ആരതി അവന്റെ ടിഫിൻ റെഡിയാക്കുക. ശരി. അവളെ ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കിയതാ. തൃപ്പങ്ങോട്ടെ മേഘനാഥൻ ഒരിക്കലും അടങ്ങാൻ സാധ്യതയില്ല സീതമ്മേ. സ്വത്ത് കിട്ടുന്നത് അയാളുടെ ലക്ഷ്യം തന്നെയാ. ഞങ്ങൾ അത് ചോദിച്ചിനി അങ്ങോട്ട് മടങ്ങാനും പോകുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് ഉപേക്ഷിക്കാനും മടക്കി കൊടുക്കാനും കഴിയാത്ത അയാളുടെ ഒരു മഹാസ്വത്ത് ഞങ്ങളോട് ഇപ്പോഴും കൂടെയുണ്ട്. ഞങ്ങളുടെ അച്ചൂട്ടൻ, അയാളുടെ കോട്ടക്കൽ കാശിനാഥൻ. അവൻ ഞങ്ങളോടുള്ള കാലത്തോളം മേഘനാഥൻ തന്റെ പകയും പ്രതികാരവും കൂടെ കൊണ്ട് നടക്കും. ഒരു നാളത്തെ ആ നടപ്പടി ചവിട്ടി അയാൾ ഈ വീടിന്റെ അകത്തേക്ക് കടന്നു വരുമെന്നുള്ളത് ഉറപ്പാ. ഞാൻ എന്നും പ്രതീക്ഷിക്കുന്നുണ്ടത്. ഇന്നാണോ നാളെയാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.